പറയരുത്. 8-ാം തീയതി കാദറിന്റെ മോളുടെ കല്യാണം. 8-ാം തീയതി കാദറിന്റെ മോന്റെ കല്യാണത്തിന് 500 ഇക്കട്ടെ. 500. പിന്നെ സുലൈമാന്റെ കൂട്ട സുന്നത്ത് കല്യാണം 15-ാം തീയതി. അല്ല സുഖ തന്നെയല്ലേ വരുന്നത്. ഈ കായൊക്കെ കണ്ടപ്പോ മൂപ്പർക്ക് ആവശ്യം വരും. ഇതൊക്കെ എന്റെ കായൊക്കെ നാട്ടുകാർക്ക് ആവശ്യമൊക്കെ ഉപയോഗിക്കാൻ പറ്റൂല. അതെന്തപ്പത് വാങ്ങിയ കായ് തരാൻ വേണ്ടിട്ട് അച്ഛനും മോളും കൂടിയിട്ട് വരാ. കായ് മേടിച്ചോണ്ട് ആ മോളും മാത്രാ വന്നായി. വായോ വായോ. ഈ പ്രാവശ്യേ പെൻഷൻ കിട്ടിയിട്ടില്ല. അതിപ്പോ അല്ലെങ്കിലും കിട്ടൂലല്ലോ. അതിപ്പോ കാലം എത്രയായി കിട്ടാണ്ട്. ഞങ്ങള് തയ്യൽ തൊഴിലാളികൾക്കൊക്കെ പെൻഷൻ കറക്റ്റായിട്ട് കിട്ടണ്ട്. നാളെ ഒന്ന് പോയി അന്വേഷിക്കാന്ന് വിചാരിച്ചു പെൻഷൻ്റെതേ. പിന്നെ അച്ഛന്റെ മരുന്നും തീർന്നിരിക്കുകയാണ്. അതെ, എന്താ ചെയ്യാ പടത്തോനെ ഓരോ ഇടങ്ങറുകൾ. കുറച്ച് കാശ് കൂടി സഹായിച്ചാലേ, അല്ല പെൻഷൻ കിട്ടിയ പഴയ പൈസ ഈ പൈസ കൂടി ഒരുമിച്ച് അങ്ങോട്ട് തരാം. എന്താ എന്റെ സുഖതച്ച് പറഞ്ഞത്. എന്റെ കിട്ടുന്ന പെൻഷൻ ഈ വീട് താമസത്തിനും കല്യാണങ്ങൾക്കും കൊടുക്കാൻ തന്നെ തികയണില്ല. പിന്നെ ഇപ്പൊ ചെക്കൻ കായ് അയക്കണ ഇക്കൊന്നല്ല, അത് ഓൾക്കാണ് അയക്ക ഭാര്യക്കേ. ഒന്നും ഞാൻ ചോദിക്കലൊന്നുമില്ല. ഇവളുടെ അടുത്ത് കടം ചോദിച്ചാൽ കിട്ടൊക്കെ ചെയ്യും. ആ കൃത്യ സമയത്ത് അങ്ങോട്ട് കൊടുത്തില്ലെങ്കി കിടന്ന് കൊടുക്കാൻ പറ്റൂല. അവിടെ ഈ ശ്വാസം കിട്ടാതിരിക്കുമ്പോ അടിക്കണ ഒരു മരുന്നുണ്ട്, അത് കഴിഞ്ഞു. ഇപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാ അത് മേടിക്കാൻ. അയ്യോ, വേറെ ആരോടെങ്കിലും ചോദിക്കണം, എന്നിട്ട് ആ മരുന്ന് മേടിക്ക്. അതാ ക്ഷേമനിധിയിൽ പോയിട്ട് ഒന്ന് അന്വേഷിക്കും വേണേ. ഈ പെൻഷൻ എന്താ കിട്ടാത്തത്. വണ്ടിയൊക്കെ വിളിക്കണ പൈസ അല്ല. ഞാൻ ഇപ്പൊ എന്റെ ഉള്ള സഹായമൊക്കെ ഞാൻ എനിക്ക് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. അതിപ്പോ എപ്പോഴാ വെച്ചാ തരാ. എന്നാ ഞങ്ങള് ഈ എവിടെയെങ്കിലും അന്വേഷിക്ക്. അതേ അതെ, മറ്റേ ഇതിന്റെ ഓഫീസിലേക്ക് ഇവിടുന്ന് 8:30 ബസ് ഉണ്ട്. അത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ 11:30 അതിന് പോയ കാര്യങ്ങൾ നടക്കൂല. ആ 8:30 ബസ് അതിൽ തന്നെ കയറി പോയി കളി കേട്ടോ. വന്നവരും പോയവരൊക്കെ ഇപ്പൊ എന്റെ പെൻഷൻ കണ്ടിട്ടാ ജീവിക്കണത്. എന്നാ സർക്കാരിന് ഇത് വല്ലതും അറിയോ? അത് സമയത്തിന് ഇട്ട് തരൂല ഹംകിങ്ങള്. എന്തൊരു ഇടങ്ങറാന്ന് ആലോചിച്ച് നോക്കി. ഈ നിലക്ക് പോയപ്പോ ഒരു 2 ലക്ഷമൊക്കെ കിട്ടണ്ട ഒരു പെൻഷൻ. അങ്ങനത്തെ ഒരു കാലൊക്കെ ഉണ്ടോ വരുന്ന്? എന്തിനു വരുന്നതാണോ എന്തോ. ഹലോ, പറഞ്ഞോ. അതായത് ഈ ക്ഷേമനിധിയിൽ അംഗമാവണമെങ്കിൽ 18 വയസ്സ് പൂർത്തിയാവണം, 60 വയസ്സ് കവിയാൻ പാടില്ല, പിന്നെ നിർമ്മാണ തൊഴിലാളിയാണ് എന്ന് ഉറപ്പ് വരുത്തുകയും വേണം. അതിവിടെ